തൊണ്ടയാട് നെല്ലിക്കോട് ബൈപ്പാസിന് സമീപം രാത്രി 9 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് മുക്കത്തേക്ക് പോവുകയായിരുന്ന റേഞ്ച് റോവർ കാറിനാണ് ഈ 9 മണിയോടെ തീപിടുത്തമുണ്ടായത്. കാറിന്റെ മുൻഭാഗത്ത് നിന്ന് ഈ പുക ഉയരുകയായിരുന്നു. ഇതിൽ 2 യാത്രികരാണ് ഉണ്ടായിരുന്നത്. എന്നാലും പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ വാഹനം ഈ റോഡ് സൈഡിലേക്ക് നിർത്തുകയും പിന്നീട് ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പുക പിന്നീട് ഒരു തീഗോളമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് കാർ നിർത്തുകയും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തതുകൊണ്ട് തന്നെ ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ ആശ്വാസകരമായ കാര്യം. വലിയ രീതിയിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ രീതിയിൽ തന്നെ കാറിൻ്റെ ഈ മുൻഭാഗവും ഈ ഉൾവശവും ഒക്കെ ഈ പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ഉള്ളത്. ഈ 2 പേരാണ് എയർപോർട്ടിൽ നിന്ന് ആളെയും കൂട്ടി വരികയായിരുന്നു. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. കൃത്യസമയത്ത് തന്നെ ഡ്രൈവർ ഇടപെട്ട് കാർ ഈ ഒരു വശത്തേക്ക് നിർത്തിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും ഈ കത്തി നശിച്ച രീതിയിലാണ്. കാറിൻ്റെ ഉൾഭാഗമൊക്കെ തന്നെ സീറ്റും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ഉള്ളത്. ഈ മുൻഭാഗത്ത് ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് വാഹനം ഈ സൈഡിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. പിന്നീട് ആ പുക വലിയ രീതിയിൽ തന്നെ കാറിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വ്യാപിക്കുകയും വലിയ രീതിയിൽ കാറ് കത്തി പൂർണ്ണമായും നശിക്കുന്നതിലേക്ക് പോവുകയുമായിരുന്നു. വെള്ളിമാട് കുന്നിൽ നിന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് തീ അണച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് കാറ് സൈഡാക്കി നിർത്തി. അതുകൊണ്ട് തന്നെ കാറിൽ ഉണ്ടായിരുന്ന 2 പേരും കൃത്യമായി ആളപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ജിജീഷ് മോങ്ങന്തിരൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.